ഈ എഞ്ചിൻ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഒരു ബസ് ഫീലിലാണ് ഉണ്ടാക്കുക. അതായത് ഒരു ഇങ്ങനെ ബസ് ഇങ്ങനെ എന്നിട്ട് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 3/4% വൈബ്രേഷൻസ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈ മീറ്റർ ഫ്ലാപ്പ് എന്നല്ലാത്ത രീതിയിൽ ഇതിൽ നിന്ന് വൈബ്രേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ്റെ ആ സൗണ്ടോ ബസ് ഫീലോ ഒന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് റൈഡർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാനൊക്കെ പറ്റും. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ മലപ്പുറമാണ്, അപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര മഴ, ഇങ്ങനെ ഒരുമാതിരി ചീച്ചിൽ മഴയല്ലേ, എങ്ങനെ വെറുതെ പെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു ചാൻസ് കൂടെ തരാത്ത രീതിയിൽ ഇൻ കേസ് എങ്ങാനും മഴ ചോർന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് പിന്നെയും വരും മഴ, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് വരുന്ന പോലെ. അപ്പം പിന്നെ അതിനുള്ള മൂഡ് പോയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ നമ്മൾ തീർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ RS200 ഓണേഴ്സ് ആയാലും RS200 വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരായാലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് RS200ൻ്റെ ഫെയറിംഗ് വൈബ്രേഷൻസ്. അപ്പോൾ അതിനെ പറ്റിയൊരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന കണ്ടൻറ്റും എൻ്റെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയറും ചെയ്യാം. അപ്പോഴേക്ക് വെളിച്ചം പോയി. ഇതാണ് കുഴപ്പം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതുവരെ നല്ല വെളിച്ചമായിരുന്നു, ഭയങ്കര വെളിച്ചമായിരുന്നു, കാർമേഘം ഇങ്ങനെ മൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒക്കെ കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി ശോകമാണ്. ഇതാകെ വൃത്തികേടായിട്ടുണ്ട്. എന്താ സീനെന്ന് വെച്ചാൽ ആകെ ചളിയും പിളിയൊക്കെയാണ്. എന്താ സീനെന്ന് വെച്ചാൽ ഇതൊരിക്കലും മഴത്തൊന്നും ഓടിച്ചതല്ല. ഇത് അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ്, വെള്ളത്തുള്ളി മഴത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ തുള്ളി ഉറ്റി തെറിച്ചിട്ട് അങ്ങനെ ചളിയായതാണ്, അല്ലാതെ മഴത്ത് ഓടിച്ചിട്ടില്ല വണ്ടി. അതും അടിഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഈ ഭാഗം മൊത്തത്തിൽ ചളിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് വാഷ് ചെയ്യണം, മഴയൊക്കെ ഇല്ലാത്ത ദിവസമല്ല. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മീറ്റർ വാനിൽ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ പർപ്പസ് നടക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വാഷ് ചെയ്യാനൊക്കെ. അപ്പോൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, RS200 എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ബോർഡായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിൻ്റെ എഞ്ചിനൊക്കെ. അതായത് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു ഫീൽഡ് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം പഠിച്ച് നോക്കിയിട്ടാണ് ഈ എഞ്ചിന് ഇങ്ങനെ ഒരു വണ്ടി ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൻ്റെ ഉള്ളൊരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണ് മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോകുന്ന ആ മൂവ്മെൻറ്റിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പിസ്റ്റൻ്റെ കുറേ ക്യാരക്ടേഴ്സും ഇതിൻ്റെ എഞ്ചിൻ്റെ ഈ വൈബ്രേഷൻസിനൊക്കെ ബാധിക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ എഞ്ചിനെന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ ഡയമീറ്റർ ഭയങ്കര കൂടുതലാണ്. അതായത് ബോർ എന്ന് പറയും. ഈ എഞ്ചിനെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച് വെച്ചിട്ട് ഏകദേശം 72 mm ഇതിൻ്റെ ബോറുണ്ട്. ബോർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പിസ്റ്റൻ്റെ വട്ടം ഒരു 72 mm ഉണ്ട്. അതായത് ഒരു 7.2 cm ഇതിൻ്റെ പിസ്റ്റൻ്റെ ഡയമീറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് മേലോട്ടും താഴോട്ടും പോകുന്ന ഡിസ്റ്റൻസ് അത് 49 mm ആണ്. അതായത് വെറും 5 cm മാത്രമാണ് ഇത് മേലോട്ടും താഴോട്ടും പോകുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഒരു റോയൽ എൻഫീൽഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ എൻജിൻസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് മിക്കതും ലോങ് സ്ട്രോക്ക് എൻജിൻസ്, അതായത് ഇത്രയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, അതായത് മേലോട്ടും താഴോട്ടും പോകാൻ വേണ്ടി. ഇതാകെ വെറും 5 cm മാത്രമാണ് മേലോട്ടും താഴോട്ടും പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ഹൈ റവിൻ നേച്ചർ കിട്ടുന്നത്. ഇപ്പോൾ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ 49 mm ആണ് സ്ട്രോക്ക് ഉള്ളത്. ഇപ്പോൾ ഈവൻ ആക്റ്റീവൻ്റെ 110 cc ഉള്ള എഞ്ചിന് വരെ 55 mm ഉണ്ട് സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക എത്ര കുറവാണ് ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന്. അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ലോൻ്റെ RPMൽ ഈ എഞ്ചിന് അത്യാവശ്യം പവറും ടോർക്കൊന്നും ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാം കിടക്കുന്നത് പറഞ്ഞാൽ ഹൈ RPMലാണ്. ഇതിങ്ങനെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ കുഡു എന്ന് അടിക്കുന്ന നേരം കൊണ്ട് ഇതിങ്ങനെ കുറേ വട്ടം അടിച്ച് തീർന്നിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് ഐഡിലെങ്കിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സൗണ്ടിലുള്ള വ്യത്യാസം. അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് ഭയങ്കര ബോറിൻ്റെ പിസ്റ്റൻ്റെ ഡയമീറ്റർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ എഞ്ചിൻസിൽ എന്താണെന്ന് വെച്ചാൽ, ഈ പിസ്റ്റൻ്റെ ഡയമീറ്റർ കൊണ്ടുണ്ടാവുന്ന അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുടു പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും, RPM പെട്ടെന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എഞ്ചിൻസിന് ഫ്രീ റവിൻ നേച്ചർ പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഹൈ RPMൽ കയറുന്നതിനാണ് നമ്മൾ ഫ്രീ റവിങ് എഞ്ചിൻ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടാണ് ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോൾ അത് ഇതായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്ന റോയൽ എൻഫീൽഡിനെ തന്നെയാണ്.
ഇപ്പോൾ അത്രയും ലോങ് സ്ട്രോക്കിൽ പോകുമ്പോൾ നല്ല വൈബ്രേഷൻസ് അതിനുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിർത്താതെ ഇങ്ങനെ അടിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഒരു ബസ് ഫീലിലാണ് ഉണ്ടാക്കുക. അതായത് ഒരു ഇങ്ങനെ ബസ് ഇങ്ങനെ എന്നിട്ട് ഒരു ബസ് ഫീലിലാണ് ഇതിൻ്റെ വൈബ്രേഷൻസ് വരിക. അതാണ് എഞ്ചിൻ്റെ ക്യാരക്ടർ. അത് ഈ RSൻ്റെ ഈ ഫെയറിങ്ങിൽ അത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ആണ്. ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ് പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വൈബ്രേഷൻസ് ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യില്ലായിരുന്നു. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര അപാരമാണ്. വേറെ ഏത് മെറ്റീരിയൽ ഏത് വണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഓരോ പ്ലാസ്റ്റിക് ഓരോ സാധനവും ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ അതൊക്കെ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ചില ഏരിയയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ചില ഏരിയയിൽ ഗ്യാപ്പില്ല. ഇപ്പോൾ RS യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ക്ലിപ്പ് ബോൾട്ട് ഫുള്ള് എൻ്റെ പറയാൻ പറ്റില്ല, അത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഓരോ സാധനം അറ്റാച്ച് ചെയ്യാനും അത് ഭയങ്കര ബുദ്ധിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം. ജസ്റ്റ് ഇപ്പോൾ KTMൻ്റെ ഫെയറിങ് എടുത്തു കഴിഞ്ഞാൽ 3-4 ബോൾട്ട് കുറച്ച് ബോൾട്ടുകൾ ഊരി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഫെയറിങ് ഊരാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഊരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഊരണം, ഇവിടെ ഊരണം, ഈ സാധനം ഒക്കെ നിരത്തി ഊരേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫെയറിങ്ങും ഒക്കെ ഊരാൻ. ഫുള്ള് നട്ടും ബോൾട്ടും വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലോട്ട് കിടക്കുക. ഇതിൽ വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. എൻ്റെ വണ്ടിയിൽ വൈബ്രേഷൻസ് ഒന്നുമില്ല. വൈബ്രേഷൻസ് വരുന്ന ഏരിയാസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ഫെയറിംഗ് ആണ്, ഒന്ന് ഈ ഫെയറിങ്ങിൻ്റെ ഈ ഏരിയാസ്, പിന്നെ ഒന്ന് വരികയാണെങ്കിൽ പിന്നെ ഈ ബാക്ക് സീറ്റ്, ഈ നമ്പർ പ്ലേറ്റ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് വൈബ്രേഷൻസ് വരിക. നമുക്ക് നോക്കാം ഇപ്പോൾ എത്രത്തോളം ഉണ്ട്. വൈബ്രേഷൻസ് നോക്കേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വണ്ടി ഹീറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ സ്റ്റാർട്ടാക്കിയിട്ട്. ഹീറ്റ് ആക്കാത്ത വണ്ടിയാണെങ്കിൽ ആദ്യം ഹീറ്റ് ചെയ്തിട്ട് റവ് ചെയ്യാം. ഒരു 4000-5000 ഞാൻ ജസ്റ്റ് ആദ്യം പറഞ്ഞുതരാം. ഒരു 4000-5000 RPMൻ്റെ ഇടയിലോട്ട് ഒരു പ്രത്യേക RPM ഉണ്ട്. ആ RPMലാണ് RSൻ്റെ വൈബ്രേഷൻസ് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കേൾക്കുക. ആ RPMലോട്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ടിട്ട് റവ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വണ്ടിക്ക് എവിടെ നിന്നും വൈബ്രേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ വൈബ്രേഷൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ റവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തല ചേർത്ത് പിടിച്ചിട്ട് എവിടെ നിന്നാണ് വൈബ്രേഷൻസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ജസ്റ്റ് തല ചേർത്ത് പിടിച്ച് നോക്കുക, ഏതാ ഏരിയ, ഇവിടെ നിന്നാണെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് തല ചേർത്ത് പിടിച്ച് നോക്കുക, എവിടെ നിന്നാണ് വൈബ്രേഷൻ വരുന്നതാണ് അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക. ഒരു പ്രത്യേക ഏരിയയിൽ നിന്നാണ് ഇതിൻ്റെ വൈബ്രേഷൻസ് വരുന്നത്. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തോളമായി ഇപ്പോൾ RSൻ്റെ ഓണറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പഠിച്ച എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ വരുന്ന ഒരു സാധനമല്ല, അത് നമ്മളെ ദീർഘകാലമായിട്ടുള്ള റണ്ണിങ്ങിലൊക്കെ സംഭവിക്കുന്നതാണ്. നട്ടും ബോൾട്ടൊക്കെ ലൂസായിട്ടൊക്കെ ചെറിയ ഏരിയയിലുള്ള മിസ്മാച്ച് കൊണ്ടൊക്കെ വരുന്നതാണ് ഇങ്ങനെ വൈബ്രേഷൻ. അപ്പോൾ അതിനൊരു സോഴ്സ് ഉണ്ട്. വെറുതെ ഇവിടുന്ന് മൊത്തം ഏരിയയും കൂട്ടിയിട്ട് അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. വൈബ്രേഷൻ ഒരു പ്രത്യേക ഏരിയ വരും. ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ തല വെച്ചിട്ട് റവ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുക എവിടെ നിന്നാണ് ആ ബസ് ഫീൽ വരുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുക എവിടെ നിന്നൊക്കെ വരുന്നത് നോക്കി വെച്ചിട്ട് പിന്നെ ഈ പാനൽ ഊരണം. പാനൽ ഊരുന്നത് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ കീ ഓഫ് ചെയ്യുക. വണ്ടി ഓണാക്കിയിട്ട് ഇങ്ങനത്തെ പണിയൊന്നും എടുക്കരുത്. 4 mm അല്ലെങ്കിൽ സെറ്റ് വേണം, പിന്നെ 5 mm അല്ലെങ്കിൽ സെറ്റ് വേണം. ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല, പക്ഷേ എവിടെയെങ്കിലും ഈ ഏരിയയിലൊക്കെ വൈബ്രേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ടൈറ്റും ലൂസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ സാധനം മാത്രം മതി, 4 mm അല്ലെങ്കിൽ മാത്രം മതി. അത് വെച്ചിട്ട് മൊത്തത്തിൽ ഊരുക. അങ്ങനെ നമ്മൾ ഈ ഡാഷ്ബോർഡ് പാനലിൻ്റെ സ്ക്രൂസൊക്കെ ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. ഊരേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൂടെ കൈയിടുക. ഏകദേശം ഈ അറ്റം ഭാഗം ഉണ്ടല്ലോ, ഈ അറ്റം ഭാഗത്തു നിന്ന് പുറത്തോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ലോക്ക് ഉണ്ട്. 3 ക്ലിപ്പിൽ നിന്ന് ഈ സാധനം പുറത്തോട്ട് വരും. ഇവിടെ അതുപോലെ ചെയ്യുക. ഹാൻഡിൽ തിരിച്ചിട്ട് ഇവിടുന്ന് പുറത്തോട്ട് വലിക്കുക. ഇത്തിരി സൗണ്ടൊക്കെ ഉണ്ടാവും, പക്ഷേ നോർമലാണ്. RSൻ്റെ പാനൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ഇത്തിരി കൂടെ സിമ്പിള് വഴിയാണ്. ആകെ പൊട്ടി തെറിയുന്ന പോലെ തോന്നും. എന്നിട്ട് ഹാൻഡിൽ സ്ട്രെയിറ്റ് ആക്കുക, ഇങ്ങനെ ഊരിയെടുക്കുക. ഇത് കണ്ടോ, ഇതിൽ ഞാൻ ചെയ്ത സംഭവം നിങ്ങൾ കണ്ടോ. വൈബ്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 3Mൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. ഈ മീറ്ററിൻ്റെ ഈ ഏരിയ വരുന്ന ഈ ഭാഗത്തൊക്കെ മീറ്ററിന്മേൽ ഇങ്ങനെ ഒട്ടിക്കുന്നത് പറഞ്ഞാൽ പോസിബിൾ അല്ല, കാരണം അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള സർഫസ് ഇല്ല. അതുകൊണ്ട് ഈ മീറ്ററിൻ്റെ ഈ ഭാഗം ഈ ഫ്ലാപ്പും അതുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഞാൻ 3Mൻ്റെ ടാപ്സൊക്കെ ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തു. അന്ന് 3Mൻ്റെ ഒറിജിനൽ ടാപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു, കുറച്ചായി ഒട്ടിച്ചിട്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഔട്ടർ സ്റ്റിക്കർ പോലും പറിച്ചിടാതെയാണ് ഞാൻ ഒട്ടിച്ച്. പിന്നെ ഇവിടെ ഈ എഡ്ജ്, അതായത് ഇവിടെ ഈ
ഇവിടെ ഈ മുട്ടുന്ന ഏരിയ ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ ഈ സൈഡും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ മുട്ടുന്ന ഏരിയ. പിന്നെ ഇങ്ങനത്തെ ഏരിയാസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടി. അത് നമുക്ക് എവിടെ ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ട് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതും ഇങ്ങനെ ഈ സൈഡിലോട്ട് വെക്കേണ്ട ആവശ്യം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇങ്ങനെ ഇതാണ് ക്രൂഷ്യലായിട്ടുള്ള ഏരിയാസ്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് 2 സൈഡിലായിട്ട് ഒട്ടിക്കുന്നത് നല്ലതാണ്. പിന്നെ വൈബ്രേഷൻ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തെ ഫെയറിങ്ങിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. റേഡിയേറ്ററിൻ്റെ ഈ കവർ എല്ലാ ബോൾട്ടും പ്രോപ്പറായിട്ട് ടൈറ്റഡ് ആണോ എന്ന് നോക്കുക. പിന്നെ ഇതിന്മേന്ന് വൈബ്രേഷൻ ഉണ്ടാവും, ഇത് ഈ ഫെയറിങ്ങുമ്പോൾ തട്ടിയിട്ട്. അപ്പോൾ ഇതും ഈ ഫെയറിങ്ങിൻ്റെ ഇടയിലും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സൈഡ് ഫെയറിങ് ഫ്ലാപ്പും ഈ ഫെയറിങ്ങും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഉള്ളിലോട്ട് ഇത് മുട്ടുന്ന ഏരിയയിൽ ഒരു 3M ടാപ്പിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡും അങ്ങനെ ഉണ്ടെങ്കിൽ വൈബ്രേഷൻ ഉള്ള ഏരിയാസിൽ മുഴുവൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ സീറ്റ് ലൂസായാൽ പോലും വൈബ്രേഷൻ ഉണ്ടാവും, ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. ഒരു ബസ്, ഞാൻ പറഞ്ഞില്ല, ബസ് ഫീലാണ്. അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലല്ല, പക്ഷേ അത് കേട്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നത് പറഞ്ഞാൽ ഇത്തിരി അലോസരമാണ്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അതിന് വേണ്ടപ്പെട്ട ഒരു സാധനം കൂടെയാണ് ഈ സാധനം, അതായത് 3M ടാപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒറിജിനൽ 3M ടാപ്പ് അല്ല, അതുപോലത്തെ ഒരു ഫോം മെറ്റീരിയൽ ഉള്ള ഒരു ടാപ്പാണ്. ഈ ടാപ്പിന് വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഇത് നമ്പർ പ്ലേറ്റ് ഒട്ടിക്കുന്ന കടയിലൊക്കെ, അതായത് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറും 100 രൂപയ്ക്ക് ഈ മെറ്റീരിയലുള്ള സാധനം കിട്ടും. ഇത് മതി തൽക്കാലത്തെ യൂസിനൊക്കെ. ഒരു വലിയ റോളാണ് കിട്ടുക. ഇത് ഞാൻ യൂസ് ചെയ്ത് ഈ രീതിയിലായതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഏരിയാസിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഏരിയ ക്രൂഷ്യലാണ്. ഇവിടെ ഈ ഏരിയയൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതുപോലെ മറ്റേ സൈഡും. പിന്നെ ഇവിടെ പിന്നെ ആ മീറ്റർ പാനലിൻ്റെ അവിടെയാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്, ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ വണ്ടി നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒന്നുകിൽ ഈ മീറ്റർ ഫ്ലാപ്പ് എന്നല്ലാത്ത രീതിയിൽ ഇതിൽ നിന്ന് വൈബ്രേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ റബ് ചെയ്ത് നോക്കുക. 4000-5000 RPM ഇടയിൽ ഈ വണ്ടി ഏതെങ്കിലും ഏരിയയിൽ നിന്ന് വൈബ്രേഷൻ വരുന്നുണ്ടോ നോക്കുക. ഞാൻ ഇല്ലാത്ത രീതിയിൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളിലാകെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കേബിൾസ് ആയാലും ഒക്കെ സിപ്പിട്ടായിട്ട് ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ സാധനങ്ങൾ അങ്ങനെ തൂങ്ങി കിടന്ന് വൈബ്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ സെറ്റ് ചെയ്ത്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് വൈബ്രേഷൻ ഇല്ല. ഉള്ള വണ്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങളെ വണ്ടിയിലും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇതാണ് ശരിക്കും വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്. പിന്നെയെന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ ഷോറൂം ചെന്ന് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഡാമ്പിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാധനം തന്നെ തരും. ഒരു കിറ്റാണ്, അതായത് ഫുള്ള് ഇതുപോലത്തെ സ്പോഞ്ചിൻ്റെ ടേപ്പും ഇതൊക്കെ വെച്ചിട്ട്. അത് ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വൈബ്രേഷൻ റെഡ്യൂസിങ് കിറ്റ് ബജാജ് ഇറക്കുന്നത്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ പുതിയ ഇറങ്ങുന്ന വണ്ടിയായാലും പഴയ ഇറങ്ങുന്ന വണ്ടിയായാലും കുറച്ചൊക്കെ ഓടി കഴിഞ്ഞാൽ നട്ടും ബോൾട്ടും ഒക്കെ ലൂസായിട്ടൊക്കെയാണ് ഇതുപോലത്തെ വൈബ്രേഷൻസ് ക്രീപ്പിങ് ചെയ്ത് വരിക. അങ്ങനത്തെ സമയത്ത് ഈ സാധനമാണ് രക്ഷകൻ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിനുള്ള വഴി. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ ഒന്ന് തിരിച്ച് കുടുക്കിയിട്ടുണ്ട്. ഞാൻ ബോൾട്ടൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇടാതെ തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബോൾട്ട് എന്തൊന്നും ടൈറ്റ് ചെയ്യാതെ തന്നെ വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എവിടുന്നും വൈബ്രേഷൻ ഒന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, എവിടുന്നും വൈബ്രേഷൻ അങ്ങനെ ആ ഒരു ബസ് ഫീലൊന്നും എവിടുന്നും വരുന്നില്ല. കാരണം ഞാൻ അതൊക്കെ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ 2 എക്സ്ട്രാ പീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഇതിലെ വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 2-3 പീസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആൾറെഡി ചെയ്തിരുന്ന സംഭവം. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RS200ൽ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ്റെ ആ ഒരു പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവരോടും പറയുന്നതാണ്. പക്ഷേ പിന്നെയും അറിയാത്തത് കൊണ്ട് എങ്ങനെ ചെയ്യേണ്ടത് എവിടെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ഡബിൾ സൈഡ് ടാപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യേണ്ട സ്ഥലം. ഇവിടെ ഇങ്ങനെ ഈ ഏരിയാസൊക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 3/4% വൈബ്രേഷൻസ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം, പിന്നെ ഈ ടെയിൽ പീസ്, ഈ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഭാഗങ്ങൾ, അവിടെയൊക്കെ ഈ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് അതിന് ഡാമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ്റെ ആ സൗണ്ടോ ബസ് ഫീലോ ഒന്നും ഫീൽ ചെയ്യില്ല.
നമുക്ക് റൈഡർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാനൊക്കെ പറ്റും, ആ ഒരു സൗണ്ടിൻ്റെ അലോസറില്ലാതെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് വൈബ്രേഷൻസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഈ ടോപ്പിക് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു ഹെൽപ്പാണ്. പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് അതായത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ ഉടനെ വരും. അപ്പോൾ അതുവരെ ബൈ.